അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി സാധനം കണ്ടോ, മനസ്സിലായോ? ഇതാണ് നിത്യവഴുതന. ഇവിടുന്ന് കാണിച്ച നമ്മൾ ഇതൊക്കെ നിത്യവഴുതന. ഇത് അത്യാവശ്യം മൂപ്പായിരുന്നു. ഇല്ല, മൂപ്പായില്ല. പിള്ളേർ വെച്ച് കറി വയ്ക്കാൻ പറഞ്ഞിട്ട് അവരിത് ഉണ്ടാക്കുന്നില്ല. നമുക്കിന്നത് കുറച്ച് കറി വയ്ക്കാൻ മെഴുക്കുവാട്ടി. ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളിത് വിത്താക്കുന്നുണ്ട്. വിത്താക്കുമ്പോൾ കുറച്ച് പേർക്കൊക്കെ ഞാൻ ഇത് തരാൻ ശ്രമിക്കാം. ഇത് മൂത്ത് പോയി കണ്ട, മൂപ്പായി. ഇത് വിത്തിനാക്കാനേ പറ്റുള്ളൂ. ഇത്രയും മൂപ്പ് വരാൻ പറ്റില്ല. ഇങ്ങനെ മൂപ്പ് വരുമ്പോൾ നമ്മൾ വിത്തിന ആക്കുക. ഇത് കുഴപ്പമില്ല. ഇങ്ങനെ വല്ലാണ്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വശം ഈ ബോൾ പോലെയുള്ള സാധനം കളയണം. അതുകൊണ്ട് നമുക്ക് ഇത് മാത്രമാണ് നമ്മൾ കറി വെക്കാൻ എടുക്കുക. അത് നല്ല വലിപ്പമുണ്ട്. ഇത് വിത്തിന് വെക്കാൻ വേണ്ടി വെച്ച, പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരെണ്ണം പൊട്ടിച്ചു. അല്ല, മൂപ്പായി. ഇത് മൂപ്പായി വരുന്നത് നല്ല വലിപ്പമുണ്ട്. കാണുന്നില്ല നല്ല വലിപ്പത്തിൽ. മറ്റേത് ഉണ്ട സാധനം, ചെറുത്, വലിപ്പമില്ല. രണ്ടും ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെ കേട്ടോ. ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല. ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇത് ഈ നെറ്റിയുടെ ഭാഗം കളഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കേസുള്ളൂ ഇതിനകത്ത്. എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കണം. അറിയാത്തവർ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ ഇതില്ല. ഇതാണ് അതിൻ്റെ മുട്ടുഭാഗം. അപ്പോൾ ഇത് ചിലത് മൂത്ത് കാണും. അപ്പോൾ മൂത്താണെങ്കിൽ നല്ല മൂപ്പായതാണെങ്കിൽ ഇത് ഇതിൻ്റെ വിത്താണ്. കണ്ടോ, ഇതാണ് അതിൻ്റെ സീഡ്. വിത്ത് ഇതാണ് നമ്മൾ വിത്തിനെടുക്കുന്നത്. ഈ സാധനം നമ്മൾ എന്ത് ചെയ്യും, നല്ല മൂത്താണെങ്കിൽ നമ്മളത് ഒഴിവാക്കണം. അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കല്ല് പോലെ കിടക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി ഈ ഭാഗം, തണ്ട് ഭാഗം എടുത്ത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ ഇതിനകത്ത് ക്ലീനിങ്ങിൽ ശ്രദ്ധിക്കാനുള്ളത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്ന് സൺഡേ അല്ലേ, വീഡിയോ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞൊക്കെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യണേ. പക്ഷെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഞായറാഴ്ച. അപ്പോൾ ഞങ്ങളിന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിച്ചു കൊടുത്ത് ആണോ, ചിക്കൻ ഇങ്ങനെ അടുപ്പത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ അതൊക്കെ ഒന്ന് കയറി നോക്കിക്കോളൂ. കിട്ടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ 2 ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞേ. ഇത് വലുതും ഇത് ചെറുതും. ചെറുത് മീൻസ് ചെറുതല്ല, നീളം കുറവ്. വേണ്ട, രണ്ടും വെച്ച് കാണുമ്പോൾ കണ്ട വലുപ്പത്തിൻ്റെ വ്യത്യാസമാണ്. ഈ ടേസ്റ്റ് രണ്ടിനും ഒരുപോലെയാണ്. ഇത് കുറച്ച് ചെറുതായിരിക്കും. ഇതാകുമ്പോൾ കുറേ വേണം, ഇതാകുമ്പോൾ കുറച്ചുണ്ടെങ്കിൽ കുറേ കിട്ടും. ഞങ്ങൾക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ കിട്ടിയിട്ടില്ല, കുറേ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറിച്ചിട്ടില്ല. നമുക്കിത് നിത്യവഴുതന വീട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ പേരല്ല, നിത്യവഴുതന. ഡെയിലി ഈ സാധനം നമുക്ക് വീട്ടിൽ ഒരു കറിക്ക് എടുക്കാൻ നമുക്ക് കഴിയും. അപ്പം ഞാൻ നേരത്തെ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഇതിൻ്റെ സീഡ് വിത്ത് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കുറച്ച് പേർക്കൊക്കെ തരാൻ കഴിയും. ഞങ്ങൾ കുറേ വിത്തിനവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയാണ് ഞങ്ങൾ പറിച്ചെടുത്തത്. അത് വിത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരിയോട് കൂടെയൊക്കെ ഇതിൻ്റെ വിത്ത് സെറ്റാവും. അപ്പോൾ ഞാൻ കുറച്ച് പേർക്കൊക്കെ അയച്ചു. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു കാന്താരിയുടെ. ഇതാണ് ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന കാന്താരിയാണ്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കാന്താരി ഉള്ളതുകൊണ്ട് വേണ്ട, അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കാന്താരി മുളക് ഇടണം. അപ്പോൾ കാന്താരിയുടെ വിത്ത് തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അല്ല, 2-3 പേരൊക്കെയാണ് കമൻറ്റ് ചെയ്ത്. പക്ഷെ അത് കൊടുക്കാൻ എനിക്കൊരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാനത് വിത്ത് ഉണക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് കൊടുക്കണം. അപ്പം അതിൽ ഒരാൾ, ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, അതിലൊരു കൂട്ടുകാരൊരു സുഹൃത്ത് വന്നിട്ട് ചോദിച്ചു, ചേട്ടാ പറ്റിക്കുമോ എന്ന് ചോദിച്ചു. പറ്റിക്കാണെങ്കിൽ നമുക്കിത് പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ടല്ലേ പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു ചിലവ് എന്ന് പറഞ്ഞാൽ ഇത് കൊറിയർ അയച്ചു കൊടുക്കുമ്പോൾ ഒരു 10-30 രൂപ ചിലവ് വരും. ഇതിപ്പോൾ 2-3 പേർക്കൊക്കെ ആണെങ്കിൽ അയച്ചു കൊടുക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ചാനലിന് പൈസ ഒന്നും കിട്ടി തുടങ്ങിയത്. നമ്മൾ ചെറിയ ചാനലാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിനൊന്നും ഒരു ചെറുതുമല്ലോട്ടെ, എല്ലാം നല്ല ഹെവി വീഡിയോസാണ് ചെയ്യുന്നത് അല്ലേ, അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പം ഞാൻ വിത്ത് അവർക്ക് അയച്ചു കൊടുക്കും. പിന്നെ ഇതായിക്കഴിഞ്ഞാൽ ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമ്മൾ നിങ്ങൾക്ക് വിത്തൊക്കെ തരാം. കുറച്ച് പേർക്ക് കിട്ടും അതൊക്കെ തരാൻ കഴിയുള്ളൂ. നമ്മൾ അതിനധികം ആരിലേക്കും വീഡിയോ അധികം എത്തുന്നൊന്നുമില്ല. കാരണം യൂട്യൂബ് നമ്മൾ അത്ര കണ്ട് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സഹകരിച്ച് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വലുതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറേ ചെയ്യാം. ഇത് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ വിത്ത് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വെണ്ട വിത്ത് നല്ല
വലിയ ഇത്ര നീളം വരുന്ന നല്ല കിടിലം വെണ്ടയുണ്ട്. അതിൻ്റെ വിത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണിക്കില്ല എന്നുള്ളതുകൊണ്ട് വിത്തൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വിത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഉണക്കി സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൂ, അതൊക്കെ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചാൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ വിത്ത് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അയക്കുമ്പോൾ 2-3 വിത്തൊക്കെ കൊടുത്ത് ഇതിൻ്റെ കൂടെ ഏതെങ്കിലുമൊക്കെ കഴിയുന്ന പോലെ ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കഴിയാറായി. നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പം അത് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുകൊക്കെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതായിക്കഴിഞ്ഞാൽ നമ്മൾ സ്വല്പം കായപ്പൊടിയാണ്, സ്വല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ നമ്മുടെ ചിക്കൻ്റെ കൂടെ അതിന് വേണ്ടി എടുത്ത ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുക. നമ്മുടെ നിത്യവഴുതന ഉണ്ടാക്കാൻ വേണ്ടി ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. കാരണം നമുക്ക് ഇതിനകത്ത് കടുകും ഉപ്പ് മഞ്ഞൾ മുളക് പച്ചമുളകോ കാന്താരി അങ്ങനെ എന്തെങ്കിലും ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയായി മാറും. കാരണം നമുക്ക് ഈ സാധനത്തിന് അതുപോലൊരു ടേസ്റ്റ്. നമ്മൾ പയറില്ലേ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി, ഒന്നും വേണമെന്നില്ല. നമുക്ക് പിന്നെ ചിക്കൻ, ഇന്ന് ഞങ്ങൾ ചിക്കൻ ഉണ്ടാക്കണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടുതൽ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഞങ്ങൾ ഇതൊക്കെ ചെയ്തപ്പോൾ അത് ആഡ് ചെയ്യുന്നുണ്ട് മാത്രം. അപ്പോൾ ഇനി നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. തക്കാളി, ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം നൈസായിട്ട്. ഇപ്പൊ കാന്താരി എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കില്ല, ഇട്ട് കൊടുക്കാത്തത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ കാന്താരി നമ്മളിതെല്ലാം അതിന് ശേഷം ഇട്ട് കൊടുത്തില്ലെങ്കിൽ കാന്താരി പൊട്ടിത്തെറിക്കുന്ന ഐറ്റമാണ്. നമ്മുടെ പച്ചമുളക് മറ്റുള്ള മുളക് പോലെ പച്ചമുളക് ചെറുതായിട്ട് പൊട്ടും, ഇത് അതുപോലെ ഇട്ടാൽ തന്നെ എണ്ണയിലായതുകൊണ്ട് പട്ടപട്ടയെന്ന് പൊട്ടിത്തെറിക്കുന്ന സാധനം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇനി നേരെ തീ കുറയ്ക്കുക. നമ്മുടെ കാന്താരി ഒരു സൈഡിൽ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പൊട്ടാൻ സമയം കൊടുക്കരുത്. അതിനു മുമ്പ് അതിന് മേളിലേക്ക് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുത്തോണം. ഇതൊന്ന് ചെറുതായിട്ടൊരു വെള്ളം ഇറങ്ങാറുണ്ട്. ആ വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് വെള്ളം ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ ഇറങ്ങി. ഇനി നമുക്കിതിന് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ എത്ര എടുത്തിട്ടുണ്ടോ, എത്ര എടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്ക് ഈ സാധനം നിത്യവഴുതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടൽ തന്നെ റയർ ആയിട്ടാണ് ഈ സാധനം നമുക്ക് മേടിക്കാൻ കിട്ടുക. കിട്ടിയാൽ തന്നെ നല്ല പൈസയും കൊടുക്കണം, നല്ല വില കൊടുക്കുന്നതിന്. ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് നിങ്ങൾ എവിടുന്നെങ്കിലൊക്കെ ഇതിൻ്റെ തൈ നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ മേടിക്കുക, ഇത് നട്ടു വളർത്തുക. ഡെയിലി ഇതുപോലെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വൈറ്റമിനൊക്കെ കൂടുതലുള്ള ഐറ്റംസ് അല്ലേ. അപ്പം നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. സെറ്റാണ്, സെറ്റായിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് ഇത് പകർത്താം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ 2 ഡിഷും ആയിട്ടുണ്ട്. ചിക്കൻ ഡിഷ് ഉണ്ടാക്കുന്ന നിങ്ങൾ നമ്മുടെ വീഡിയോ ചാനലിൽ കയറി നോക്കിക്കോളൂ. ഇത് നിങ്ങൾ കണ്ടല്ലോ, ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഓക്കെ, കിടലായിട്ടില്ലേ? അങ്ങനെ ടേസ്റ്റ് നോക്കാൻ നമ്മുടെ അഭി പറയൂലടാ. കാന്താരി വേണം കേട്ടല്ലേ? ഓക്കെ, ഇത് ആദ്യമായിട്ട് കഴിക്കാം. അതിനും അന്ന് വെച്ചപ്പോൾ കഴിച്ചോ? ഇന്നാളെ ഉണ്ടാക്കിയപ്പോൾ കഴിച്ചോ? അത് പറ. നൈസാണ് ആവി മോളെ, നൈസാണ്, നൈസാണ്. നല്ല കിടലും ടേസ്റ്റ് കേട്ടോ. അത്യാവശ്യം ഞങ്ങൾ 2-3 തവണ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇത് നമ്മൾ നട്ടിട്ട് ഒരു 3 മാസം ആയപ്പോഴത്തേക്ക് നമുക്ക് കായ ഫസ്റ്റ് കിട്ടി. ഇതിപ്പോൾ ഞങ്ങൾ 3-ാമത്തെ തവണ ഇത് പറിച്ചിട്ടുണ്ടാക്കണേ. ഇനിയിപ്പോൾ അടുത്തത് ചിക്കൻ. ഇത് നോക്കാനൊന്നുമില്ല, പൊളിസാണ്, ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നതാണ്.
അല്ല അബിക്കുട്ട ചൂട് നോക്കിയാ മോനെ ഉണ്ടാ ചൂടുണ്ടോ ഇല്ലേ കഴിക്ക് ഇത് ഒന്നും പറയാനില്ല അത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കണല്ലേ ചിക്കൻ്റെ വെറൈറ്റി എന്ന് പറയാൻ കാരണം എന്താ പറയുക ചിക്കനിൽ നമ്മൾ ഒഴിച്ചേക്കുന്ന എണ്ണ നല്ലെണ്ണയാണ് അതിന് ഫ്ലേവർ വേറെ പിന്നെ ഞങ്ങൾ ഉലുവയുടെ ഇല ചേർക്കും വീട്ടിൽ ഉലുവയില ഉണ്ടാക്കിയിട്ട് അത് ചേർക്കുന്നുണ്ട് അല്ലേടാ അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ഫ്ലേവർ വരും അത് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിലേക്ക് ജസ്റ്റ് ഒന്ന് പാളിക്കോ അപ്പോൾ വീഡിയോ ലെങ്ത് കൂടിയല്ലോ എന്ന് അറിയില്ല കുറേ സമയമായിട്ട് ഇങ്ങനെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കില്ല കൂടി കാണാം അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ കൂടെ കൂടുക കമൻറ്റ് ചെയ്യുക വിത്ത് വേണ്ടവർ കമൻറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല വെച്ചോട്ടേതാ